ഞാൻ വീണില്ല. സാൻഡി ഒരു സംഭവം തന്നെ. ഇനി നീ ഇത് കണ്ടോ? അയ്യോ, അത് നമ്മുടെ കിറ്റിയല്ലേ? കൊച്ചളിയാ, വാ നമുക്ക് കളിക്കാൻ വേണ്ടിട്ട് കിറ്റിയെ കൂടി വിളിച്ചോണ്ട് വരാം. വാവ്, ഒന്നുകൂടി ചെയ്യാം. വാവ്, നീ നന്നായി വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ സാൻഡി. പക്ഷെ എനിക്ക് നിന്നേക്കാൾ നന്നായി ചെയ്യാൻ സാധിക്കും. ദേ നോക്കി. കിറ്റി, ആർ യു ഓക്കേ? അതെ, ഞാൻ സാൻഡിയെ കാണിച്ചു കൊടുക്കുമായിരുന്നു. എനിക്ക് നന്നായി വ്യായാമം ചെയ്യാൻ സാധിക്കുമെന്ന്. നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? സാൻഡി നിങ്ങളോട് ഹലോ പറയുന്നു. തിരിച്ച് ഹലോ പറയുന്നേ. ഹലോ. പക്ഷെ സത്യത്തിൽ നമ്മൾ ആരോട് ഈ ഹലോ എന്നൊക്കെ പറയുന്നേ? അല്ല, നിങ്ങൾക്കിത് എന്താ പറ്റിയേ? എന്റെ കൂട്ടുകാരൻ സാൻഡിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഓക്കേ സാൻഡി, നമുക്ക് വൈകിട്ട് കാണാം. കിറ്റി, ഈ സാൻഡി ആരാണ്? അവൻ ഇന്ന് എത്തിയതേ ഉള്ളൂ. എന്റെ കൂട്ടുകാരനാ. എന്ത് ക്യൂട്ടായിട്ടുള്ള പൂച്ചയാണെന്നറിയോ അവൻ? അവന്റെ ആ റെഡ് ക്യാപ്പ്, പിന്നെ അവന്റെ കഴുത്തിൽ കിടക്കുന്ന യെസ് മോഡൽ ലോക്കറ്റ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. പിന്നെ അവന്റെ യെല്ലോ ഷൂസ്. ഓക്കെ, ഞാനിനി പോയി റെഡി ആകട്ടെ. ബൈ. കിറ്റി, നീ എങ്ങോട്ടെങ്കിലും പോവുകയാണോ? അതെ, എന്റെ കയ്യിൽ മ്യൂസിക് കോൺസെപ്റ്റിന്റെ 2 ടിക്കറ്റ് ഉണ്ട്. ഞാൻ എങ്ങോട്ടാ പോകുന്നത്? മറ്റേ ടിക്കറ്റ് മിക്കവാറും ഖന്ന സാറിന് വേണ്ടിട്ടായിരിക്കും. ഓഹോ, അല്ല, സാൻഡിക്കുള്ളത് അത്. കുറച്ചു കഴിയുമ്പോ അവനെന്നെ പിക്ക് ചെയ്യാൻ വരുമെന്നേ. കിറ്റി ഇപ്പൊ ആത്മാക്കളോട് സംസാരിക്കാൻ തുടങ്ങി. സംശയമുണ്ടോ? കൺസർട്ടിന്റെ ഒരു ടിക്കറ്റ് കൂടിയാ വേസ്റ്റ് ആക്കി കളയുന്നേ. ഒരു ആത്മാവിന് പോവാൻ വേണ്ടിട്ട് ടിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ കൊച്ചളിയാ. എടാ കഴുതേ, നീ കിറ്റിയെ കുറിച്ച് ആലോചിക്കാതെ ആ ടിക്കറ്റിനെ കുറിച്ചാണ് ആലോചിക്കുന്നേ. അതിന് കിറ്റിയെ കുറിച്ച് എന്തിനാ ആലോചിക്കുന്നേ? എടാ, അവള് ആത്മാക്കളോടാണ് സംസാരിക്കുന്നത്. ഇവിടെ വരൂ. നിങ്ങളുടെ മുഖമെന്ന ക്ലോക്കിൽ കാണിക്കുന്ന രാവിലെ 9 മണി, വൈകിട്ടത്തെ 4 മണി പോലെ ആയത് എന്താണ്? നിങ്ങളുടെ വാ എന്ന വലിയ കുപ്പി തുറന്ന് സംസാരത്തിന്റെ ലഡു പുറത്തെടുക്കൂ, അല്ലെങ്കിൽ എല്ലാത്തിനെയും കെട്ടിപ്പൂട്ടി ഞാൻ റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടും. കിറ്റി ആത്മാക്കളോട് സംസാരിക്കുന്നുണ്ട്. അല്ല, അതിലെന്താ ഇത്ര വലിയ കാര്യം? നിങ്ങളുടെ പേടി കണ്ടു കഴിഞ്ഞാൽ സൂര്യൻ മാറി ചന്ദ്രൻ വന്ന പോലെയാണ്. ഞാനും ആത്മാക്കളോട് സംസാരിക്കാറുണ്ട്. ആത്മാവിന്റെ ഭാര്യയും മക്കളും പിന്നെ അയൽവാസികളും ആത്മാവിനോട് സംസാരിക്കാറുണ്ട്. ഞങ്ങള് ചായക്കടക്കാരൻ ആത്മാറാമിന്റെ കാര്യമല്ല, ശരിക്കുള്ള ആത്മാവിന്റെ കാര്യമാ പറഞ്ഞത്. നിന്റെ മുഖമേ നല്ലതല്ല, എന്നാൽ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ സംസാരിച്ചുകൂടെ? ദാ നോക്ക്, മറ്റുള്ളവരെ പേടിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. ഡോക്ടർ ബാലു, എനിക്ക് ആത്മാക്കളിലൊന്നും അത്ര വിശ്വാസം ഇല്ല. പക്ഷെ കിറ്റി വിചിത്രമായിട്ടാണ് പെരുമാറുന്നേ. അവൾ ഞങ്ങൾക്ക് അവളുടെ കൂട്ടുകാരൻ സാൻഡിയെ പരിചയപ്പെടുത്തി. അവൾ അവനോട് സംസാരിക്കുകയായിരുന്നു, പക്ഷെ അവിടെ ആരെയും കണ്ടതുമില്ല. ഓ, അത് ആത്മാവല്ല, ഇമാജിനറി ഫ്രണ്ടാണ്. ഇമാജിനറി ഫ്രണ്ടോ? അതെ, ഇമാജിനറി ഫ്രണ്ട്. ഇല്ലാത്ത ഒരാള് ഉണ്ടെന്ന് തോന്നുക, പിന്നെ അയാളെ കാണുക. പക്ഷെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല, കാരണം അങ്ങനെ ഒന്നില്ല. പക്ഷെ അയാൾക്ക് തോന്നും അങ്ങനെ ഒന്നുണ്ടെന്ന്. മനസ്സിലായോ?
എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങളുടെ തലച്ചോറെന്ന ഭരണിയിൽ മനസ്സെന്ന അച്ചാറ് ഇല്ലെന്ന്. ഞാൻ മനസ്സിലാക്കി തരാം. ചിലപ്പോഴൊക്കെ കൂട്ടുകാർ കൂടെയുണ്ടെന്ന് കുട്ടികൾ ഇമാജിൻ ചെയ്യാറുണ്ട്. അവർ അവരോട് സംസാരിക്കാറുമുണ്ട്. മാത്രമല്ല അവരെ കാണാറുമുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമല്ലേ? അതെ, തീർച്ചയായും. പക്ഷെ അത് പറഞ്ഞു മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെന്ന് കിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വരാം. സാൻഡി എന്ന് പറയുന്നത് അവളുടെ തോന്നലാണെന്ന്. ഇവിടെ വരൂ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ബുദ്ധിപരമായി പ്രവർത്തിച്ച് കിറ്റിയെ സഹായിക്കേണ്ടതായിട്ട് വരും. എനിക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമോ? പണ്ട് എന്റെ തലക്കകത്ത് ബുദ്ധി എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. നിന്റെ ചെവിയുടെ ജനാല തുറന്നു വെച്ച് എന്റെ സംസാരം എന്ന കാറ്റ് നിന്റെ തലച്ചോറിനകത്ത് നന്നായി തന്നെ നിറച്ചു വെക്കൂ. കിറ്റിയുടെ കൂട്ടുകാരൻ ഇമാജിനറി ആണെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അവളിൽ വലിയൊരു ഷോക്ക് തന്നെ ഉണ്ടാക്കാം. അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചു വേണം ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദൂരെ മാറിയെന്ന് പറഞ്ഞോളാം. അപ്പൊ പിന്നെ കിറ്റിക്ക് ഷോക്ക് അടിക്കുന്നുള്ള പേടിയായി വേണ്ട. തലയ്ക്കകത്ത് കളിമണ്ണും മുഖത്ത് മഞ്ഞ പെയിന്റും അടിച്ച മണ്ടം പൂച്ചെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ശരീരത്തിനല്ല അവളുടെ മനസ്സിന് ഷോക്കാവരുത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് മനസ്സിലായി ഡോക്ടർ ബാലു. ഞങ്ങൾ യാതൊരു വിധത്തിലും കിറ്റിയെ വിഷമിപ്പിക്കാതെ അവളുടെ ഇമേജിനറി ഫ്രണ്ടിനെ എന്നേക്കുമായി അവളിൽ നിന്ന് അകറ്റും. പക്ഷെ അത് എങ്ങനെയാണ് ബണ്ണി? എന്റെ കയ്യിൽ ഒരു ഐഡിയയുണ്ട്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഇതിലൂടെ കാര്യങ്ങളെല്ലാം കിറ്റിക്ക് മനസ്സിലാകും. ഹായ് കിറ്റി, നീ എവിടെ എന്തെടുക്കുവാ? ഞാൻ സാന്റിയെ കാത്തിരിക്കുകയായിരുന്നു. ഇതുവരെ അവൻ വന്നില്ല. ഹലോ എവരിവൺ. ആ നിൽക്കുന്നത് സാന്റി ആണെന്ന് കിറ്റിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. ഓക്കെ? നോക്കിയേ, സാന്റി വന്നല്ലോ. സംശയമുണ്ടോ? ആ, അത് സാന്റി ആണല്ലോ. റെഡ് ക്യാപ്പ്, യെല്ലോ ഷൂസ്. അതെ, ശരിയാണ്. ഇത് സാൻഡി തന്നെയാണ് കിറ്റി. ആഹാ, അടിപൊളി. ഇതാ സാൻഡി എത്തിപ്പോയല്ലോ കിറ്റി. അല്ല, നിങ്ങൾക്കൊക്കെ ഇതെന്താ പറ്റിയത്? എന്തിനാ ഇതിന് മാത്രം ഓവർ റിയാക്ട് ചെയ്യുന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം അത് സാന്റി തന്നെയാണെന്ന്. ഹായ് കിറ്റി. അയ്യോ, ഞാൻ വീണില്ല. സാന്റി ഒരു സംഭവം തന്നെ. ഇനി നീ ഇത് കണ്ടോ? കിറ്റി, തല ഇറങ്ങുന്നു. വേഗം വെള്ളം കൊണ്ടുവാ. എടാ കഴുതേ, നിന്നോട് ഈ കോപ്രായൊക്കെ കാണിക്കാൻ ആരാടാ പറഞ്ഞേ? സാൻഡി നന്നായിട്ട് വ്യായാമം ചെയ്യുന്ന ആളല്ലേ. അതുകൊണ്ട് ഞാൻ സാൻഡിയാണെന്ന് കിറ്റി വിശ്വസിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പതാ കിറ്റിയെല്ലാം വിശ്വസിച്ചത് കണ്ടില്ലേ? ഇവൻ വിശ്വസിപ്പിക്കുന്നതിന് പല സംശയം ഉണ്ടാക്കി വെക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? മാത്രമല്ല, എന്നുള്ള ഈ ലോക്കറ്റ് എന്തിനാ കഴുത്തിലിട്ടിരിക്കുന്നത്? അതെ, നീ സാധാരണ എസ് ലോക്കറ്റില്ലേ കഴുത്തിലിടാറുള്ളത്? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ടാ. ഇവനെ കണ്ട ഹീറോയെ പോലെ ഇല്ലേ? എച്ച് ഫോർ ഹീറോ. എച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഹണി ഇവിടെയും കാണുന്നില്ലല്ലോ. ഞാൻ ദാ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ബണ്ണിയാണ്, ബണ്ണി. ഹണിയാണെങ്കിൽ മേഡത്തിന്റെ കൂടെ രാവിലെ മാർക്കറ്റിൽ പോയതാ. അത് പിന്നെ കിറ്റി, എനിക്ക് നിന്നോടൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. അത് പിന്നെ എന്റെ അച്ഛന് ട്രാൻസ്ഫർ ആയി. ഞങ്ങൾ നേരെ ഹരിപ്പൂരിലേക്ക് പോവുക. ട്രാൻസ്ഫറോ? പക്ഷെ നിന്റെ അച്ഛന് കാർ ഷോറൂം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അദ്ദേഹം ചിലപ്പോ ഹരിപ്പൂരിൽ വല്ല പുതിയ ഷോറൂമും തുറക്കുന്നുണ്ടാവും. സംശയമുണ്ടോ? അതെ, നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരുപാട് കാർ ഷോറൂം ഉണ്ടല്ലോ. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ പിന്നെ നിന്നെ ഒരിക്കലും ഇനി കാണാൻ കഴിയില്ലേ? എന്തുകൊണ്ട് പറ്റില്ല? ഇടയ്ക്കവൻ വന്നു പോവുമല്ലോ. അതെ അല്ലേ സാൻഡി? കിറ്റി, നിനക്ക് ഇത്ര വിഷമാണെന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല. ഇവിടുന്ന് നിന്റെ ഫാമിലി മൊത്തം അങ്ങ് പോവാ. നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നെന്താ ചൂണ്ടയിടാൻ പോവാണോ?
അതെ അതെ, നീ പൊയ്ക്കോ. ഞങ്ങൾ കിറ്റിയുടെ കൂട്ടുകാരാണ്. ഞങ്ങൾ ഇവിടെ നോക്കിക്കൊള്ളാം. അതെ, ഇവര് പറയുന്നതും വളരെ ശരിയാണ്. തീർച്ചയായും നീ നിന്റെ ഫാമിലിയോടൊപ്പം പോണം സാൻഡി. ബൈ ബൈ സാൻഡി, ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് മിസ് ചെയ്യും. മതി മതി, റെയിൽവേ സ്റ്റേഷനിലെത്താൻ ലേറ്റ് ആവും. ബൈ ബൈ സാൻഡി, ബൈ. ടാറ്റാ. കിറ്റി ടാറ്റാ. ഹായ്. ടാറ്റാ. എനിക്ക് സാൻഡിയെ ഒരിക്കലും മറക്കാനാവില്ല. കൂട്ടുകാർ എന്നും നിന്നോടൊപ്പം ഉണ്ടാവും. ആ സാൻഡി പോയെങ്കിൽ എന്താ കിറ്റി? ഞങ്ങൾ ഇവിടെ ഇല്ലേ? സംശയമുണ്ടോ? ബൈ Bye, സാൻഡി, Sandy. ബൈ. ആ.